ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഷർ കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ശരിക്കും ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആകുന്നത് തുടക്കക്കാർക്കാണ്. ബ്ലഡ് പ്രഷറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക കൂടി ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഉള്ളതാണ് സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ജീവിത പ്രശ്നങ്ങൾ മൂലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് BP കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലർക്ക് അങ്ങനെയായിട്ട് BP വരും. ആ ഒരു ചില സമയങ്ങളിൽ മാത്രം BP വന്നിട്ട് പിന്നെ അത് നോർമലായി തന്നെ നിൽക്കും. റെഗുലറായിട്ട് ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നവർ മരുന്ന് തന്നെ കഴിക്കേണ്ടി വരും കേട്ടോ. ഇതങ്ങനെ അല്ലാതെ കുറച്ച് സമയത്തേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു റെമഡി കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൺട്രോൾ ആവും. നമുക്ക് ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഉലുവയാണ്. ഉലുവ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഉലുവ. വളരെ കുറച്ച് വില മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വയ്ക്കുക, വാങ്ങിച്ചിട്ടില്ലെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ലോ ആകുന്നത് ബ്ലഡ് പ്രഷറിന് കാരണമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു ജീരകം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ജീരകവും കൂടിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു പാനിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്ലഡ് പ്രഷറിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പലതാണ് കേട്ടോ. ചിലർക്ക് തലവേദനയാണ്. എനിക്ക് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ തലവേദന ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് പ്രഷർ കൂടിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷേ എന്നോട് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ തലവേദന ഇല്ലാതെയും വരാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് റെഗുലറായിട്ട് അങ്ങനെ നിൽക്കാറില്ല. കുറച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് എനിക്കിങ്ങനെ അങ്ങോട്ട് തലവേദന വരും. സോ അതിന് ഞാൻ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഹോം റെമഡി കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മാറാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. നമ്മുടെ ഹൃദയത്തിന് ഡാമേജ് ആകും. അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതും ഫങ്ഷൻ ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കാം. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ പ്രഷർ കണ്ണിലേക്കും വരെ കയറാറുണ്ട്. അപ്പോൾ പിന്നെ കാഴ്ചയ്ക്ക് പ്രശ്നം വരാറുണ്ട്. ഇങ്ങനെയൊക്കെ 100 പ്രശ്നങ്ങളാണ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരമായിട്ട് ഒരിക്കലും ഇതിനെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ കരിക്കും വെള്ളമൊക്കെ പ്രഷർ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ അത് കുറയാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ്. എത്ര തലവേദന വന്നിരിക്കുന്ന സമയത്തും ഒരു കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്കത് മാറാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും കരിക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല. എങ്കിൽ പോലും അതും നല്ലതാണ് കേട്ടോ. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ആ ഒരു ഗുണം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ചെയ്യാൻ പോകുന്നത് 1.5 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉലുവ ബ്ലഡ് പ്രഷറിന് നല്ല ഒന്നാമതൊരു ഒരു മെഡിസിനാണ് കേട്ടോ. പക്ഷേ അത് കൊളസ്ട്രോളിനും അതേപോലെ തന്നെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ താഴാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ ലോ ആകുന്ന പ്രശ്നങ്ങളുള്ളവർ നമ്മൾ ഉലുവ വെള്ളം റെഗുലറായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് കുറേ ദിവസം കഴിക്കുന്നതും അതുപോലെ ഈ പറഞ്ഞ അളവിനേക്കാളും കൂടുതൽ കഴിക്കുന്നതും ഒക്കെ ചിലപ്പോൾ അവർക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി വേണം ഇതിൻ്റെ അളവ് ക്രമീകരിക്കുക. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രഷർ പെട്ടെന്ന് കൂടിയെന്ന് തോന്നിയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉലുവയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ സത്ത് നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യുന്ന കൊച്ചു റെമഡീസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ തണുത്ത ശേഷം ഒരു ഇളം ചൂടോടുകൂടിയൊക്കെ കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് 1/2 ഗ്ലാസ് കഴിക്കുക. വീണ്ടും നമുക്ക് വൈകുന്നേരവും 1/2 ഗ്ലാസ് കഴിക്കാം. ആ ഒരു രീതിയിൽ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
സോ അങ്ങനെ നമ്മൾ ചെറിയ അളവിൽ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. കാര്യം നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പ്രഷർ കൂടിയിട്ടും അതുപോലെ തന്നെ ഷുഗർ കൂടിയിട്ടും ഒക്കെ പെട്ടെന്ന് മരണം സംഭവിച്ചിട്ടുള്ള കേസുകൾ. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. അവർക്കൊക്കെ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ, ഇങ്ങനൊരു ചെറിയൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമുക്കിത് ഉപകരിക്കും. അപ്പോൾ തീർച്ചയായും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി യൂജിൻ.